മേരി പേരി ബേട്ടാ എങ്ക ഇருக்கு കൊച്ചിർക്കാ? ഇല്ല ബ്രോ, നമ്മള് കോട്ടയാണ്. എന്താ പരിപാടി? ആ കോട്ടയായിരുന്നു. ഞാൻ റൂമിലേക്കാ. മഴയൊക്കെ അല്ലേ, അപ്പൊ നമ്മുടെ ചെറുത് വേണോ വലുത് വേണോന്ന് അറിയാനാ. താനുണ്ടെങ്കിൽ വലുതാക്കായിരുന്നു. ആ മുടക്കട്ടെ ബ്രോ, വലുത് തന്നെ ആയിക്കോ. പക്ഷെ ഞാൻ എത്തും ലേറ്റ് ആട്ടോ. താമസിക്കോ? ഓ, ഞാനിവിടെ വരേണ്ട താമസം. ഓക്കെ ഓക്കെ, അപ്പോ വൈറ്റിൽ ഹബിലേക്കല്ലേ വരുന്നത്? അതെ അതെ, ഞാൻ അവിടെ നിന്ന് പിക്ക് ചെയ്തോളാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ എടാ വരണേ. ആ പിന്നെ എടാ പതിപോലെ അച്ചാറോട്ട് വരല്ലേ, എന്തെങ്കിലും ടച്ചിങ്സ് ആയിട്ട് വരണേ. എടോ ഭാസ്കര, കള്ളോ കപ്പയോ കൊഞ്ചോ കരിമീനോ എന്താന്ന് വെച്ചാൽ വാങ്ങിക്കാം. അടിച്ച് കയറി വാ, നേരത്തെ എത്തിയേക്കണം. ഓക്കേടാ, ശരി ശരി ശരി. അപ്പൊ ഓക്കെ, പൊളിക്കാം. ഓക്കേടാ, ഓക്കെ ആളിയാ. ഒന്നുമില്ലടി, ഇന്ന് അടിയൊന്നുമില്ല. ദീപക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മിനിറ്റേ. ആ എടി, ഞാൻ എന്തേ റൂം എത്തിയതേ ഉള്ളൂ. റൂം എത്തിയടി. പിന്നെന്താ? ഓക്കെ ഓക്കെ. വേറെന്താ? ഇനി റൂമിൽ കയറണം, കുളിക്കണം, ഭക്ഷണം കഴിക്കണം, കിടക്കണം. അമ്മേ, ഞാനെന്നാ റൂമൊന്ന് തുറന്നോട്ടെ ഏട്ടാ, കുളിക്കാതെ. തുറന്നു കിടക്കുന്നുണ്ടോ നോക്കട്ടെ, ഒരു മിനിറ്റ്. കട്ട് ചെയ്തിട്ട് വിളിക്കാൻ തന്നെ. ഗോപേ, താൻ താമസിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുമായിരുന്നല്ലേ? ഒരു മിനിറ്റേ, ഇപ്പൊ വരാം. ആ, തൻ്റെയൊക്കെ ഒരു യോഗോട്. പോയാലെന്ത്, പോയില്ലെങ്കിലെന്ത്. മാസാവസാനം ആരെങ്കിലുമൊക്കെ പിടിച്ച് കച്ചവടം ഉണ്ടാക്കിക്കൊണ്ടുവരും. അതെന്നെ താൻ വരാൻ വൈകുന്നു പറഞ്ഞിട്ട്? അതിന് പോയാലേ അളിയാ വരേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഇന്ന് പോയേയില്ല. എടാ, നീ ഒന്ന് ആലോചിച്ച് നോക്കി. പുറത്ത് മഴ, നല്ല തണുപ്പ്, അതിൻ്റെ കൂടെ 2 പോകാൻ. ആ ഒരു വൈബേ ബാങ്കിൽ പണിയെടുക്കണം നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല അളിയാ. ഓ, കേട്ടിട്ട് കൊതിയാവുന്നു മോനെ. അതെ, ഇൻസ്റ്റയിൽ ആൻറ്റിമാരെ വല്ലതും ഉറക്കാനുണ്ടായിരുന്നു. താൻ പറഞ്ഞെല്ലാം കൊണ്ടുവന്നു. പെട്ടെന്ന് സെറ്റാക്കി വയ്ക്കും. ഡ്രസ്സ് മാറിട്ട് പോയിട്ട് അളിയാ, ഫുഡ് വാങ്ങിയിട്ടില്ല. നമുക്ക് പുറത്തു പോയി കഴിച്ചാൽ പോരെ? അത് മതി. ഓക്കെ. എടമ്മായി, നീ ഇതുവരെ സെറ്റ് ചെയ്തില്ല. ഓ, ഒരു മൂടില്ലടാ. നിനക്ക് എന്നാ പറ്റിയത്? ഓ, തോന്നില്ലോ. എല്ലാത്തിനുള്ള പരിഹാരമാണ് കൊണ്ടുവന്നിരിക്കണം. 2 കഴിക്കും, എല്ലാം ശരിയാവും. അളിയതേ പിടിച്ചേ, എല്ലാ വർഷവും മാറും. എന്നിട്ടാ പാട്ടൊന്ന് പാടിക്കേ. എന്നാ പിടിച്ചോ. നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപോ, നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ എങ്ങിരുന്നാലും അറിയണുണ്ടേ. മിണ്ടാമൺ തരി വാരിയെടുത്തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. പോരളിയാ? പോരാ, ഞാനൊന്ന് മുള്ളിട്ട് വരട്ടെ, ബാക്കി വന്നിട്ട്. ഓക്കെ. കണ്ടില്ല കണ്ടില്ല നിന്നനവ്, കണ്ടില്ല കണ്ടില്ല നിന്നനവ്. ദീപകേ, ആ ഫോൺ ആരാ നോക്ക്. ഗോപേ, തന്നോടൊന്ന് നോക്കാൻ പറഞ്ഞിട്ട്. ഇവിടെ ഗോപേ ഇവിടെ തന്നെ ഇരുന്ന് ഉണ്ടാക്കുവാണ് ഞാൻ. ദീപകേ, കളിക്കല്ലേ. എവിടെ താനിത് എവിടെ പോയി കിടക്കുള്ളൂ? ദീപകേ, ദീപകേ, നീ ഇത് എവിടെയാടാ? കളിക്കാതെ ഇറങ്ങി വാടാ. ഇതേ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണ്ട, നമുക്ക് അടിക്കണ്ടേ? ദീപകേ, ദീപകേ, തമാശ കളിക്കല്ലേ? ദീപകേ,
പിന്നെ ഇത് എവിടെ പോയി കിടക്കാണ്? ദീപക്കേ, ഡാ കളിക്കല്ലേ, അത് തന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എടാ കോപ്പ നീ ഇതവിടെ നിൽക്കുവോ? നീ എവിടെ നിൽക്കണത്? എടാ ഞാൻ ഹബ്ബിൽ നിൽക്കുന്നു. അബ്ബാ, ഞാൻ എത്ര നേരത്തെ ഇവിടെ നിൽക്കണം അറിയോ? ചുമ്മാ ഷോ കാണിക്കല്ലേ ദീപക്കെ, പെട്ടെന്ന് വന്നേ, തമാശ കളിക്കല്ലേ. നീ എന്താണ് ഇപ്പൊ ഹബ്ബിൽ പോയത്? ഇല്ലേ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കാണിച്ചു തരാം. നീ കട്ടി കാണിച്ചു തരാം. ഞാനിപ്പോ ഹബ്ബിൽ നിൽക്കുക. അബ്ബാ, ആടാ ഹബ്ബിൽ തന്നെ നിൽക്കുന്നത്. സത്യമാണോ ഇത്? എടാ പോടാ, നീ എന്നെ ഒന്ന് പിക്കാറുണ്ടല്ലോ, ഞാനിവിടെ നിൽക്കുന്നത്. എടാ നില്ലേ, നീ ഞാൻ ബാക്ക് ക്യാമറ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടാ? ദീപക്കേ, എടാ ഇപ്പോൾ മനസ്സിലായി നിനക്ക് ഞാനിവിടെ നിൽക്കണമെന്നുള്ളത്. എടാ നീ അടിച്ചിട്ടുണ്ടോ? എടാ ഇവിടെ നീ വരുമോ? ഞാൻ ഓട്ടോ പിടിച്ചങ്ങോട്ട് വരണോ? ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തോന്ന്? ഞാൻ ഓട്ടോ പിടിച്ചങ്ങോട്ട് വരാം. നീ ഫോൺ കട്ടി, എടാ എന്താ പ്രശ്നം? ഞാൻ വിളിക്കാം. ദീപക്കെ, വേമാണോ? വേമാ. ഡാ പാലുറക്കടാ. ദീപക്കെ, ദീപക്കെ, ഡാ ദീപക്കെ. ആടാ, ഞാനാടാ, തുറക്കണേ. എന്താ ദീപക്കെ, എന്താടാ? പറയാം. എന്താ പ്രശ്നം? എന്താ പറയാം. നീ എന്താ വീർക്കണ നടന്ന്? എന്തുവാടാ? എന്തോ പ്രശ്നം? എന്തുവാ? നീ അടിച്ചിട്ടുണ്ടാ? എന്തുവാടാ? അല്ല, ആ ചുമ്മാതല്ല. നിന്നോടാണ് അടിക്കാൻ പറഞ്ഞു? അല്ല അല്ല, ഞാൻ പറയാ. ഞാൻ വരുമെന്ന് പറഞ്ഞല്ലേ, പിന്നെ പറയാ. പിന്നെന്താ? അത്രയും സാമാനോട്ട് നീ എന്തിനാണ് എന്തിനാ പറയാം. എന്തായാലും നമുക്ക് ആവശ്യമുള്ള ഇവിടെ ഇരിപ്പുണ്ടല്ലോടാ. അതല്ല, എന്താണ് പ്രശ്നം? അതല്ല. എടാ പോടാ, ചുമ്മാ ഒരു ഷോ കാണിക്ക്. ഞാൻ പറയാം. എന്ത് കാര്യത്തിൽ? അതല്ല, തീർന്ന സാധനം പിന്നെയും മേടിക്കാം. പിന്നെന്താ പ്രശ്നം എന്ന് പറ. ഇത്ര നേരം താനല്ലായിരുന്നു എന്റെ കൂടെ. ഞാനാ? ഒന്ന് പോടാ. വന്ന് അവിടെ എന്താ നോക്കണോ? ഞാൻ വിളിക്കാം. എടാ ഇവിടെ എന്താ സംഭവിച്ചേ? ഞാൻ പറയാം. നീ എവിടെ ഇരിക്കേ? ഇതെന്താ നിന്റെ കാല് ചോര? അത് പുറത്തുകൂടിയപ്പോ തട്ടി വീണതാ സ്റ്റെപ്പില്. എന്താ ഇവിടെ സംഭവിച്ചെന്താടാ? താൻ വിശ്വസിക്കണം, എൻ്റെ കൂടെ ഇരുന്ന് താനായിരുന്നു അടിച്ചത്. തനിക്കറിയാലോ, നമ്മൾ എത്ര അടിച്ചാലും അങ്ങനെയൊന്നും ആവില്ലെന്ന്. ആകെ ഇത്ര അടിച്ചിട്ടുള്ളൂ. എന്താ സംഭവിച്ചത്? നീ വൈകിട്ട് വന്നപ്പോ എന്നിട്ട് ഞാനിവിടെ ഇരിപ്പുണ്ടായിരുന്നു. എടാ എനിക്കൊന്നും മനസ്സിലായല്ലോടാ. നീ ആദ്യം ഒന്ന് പറഞ്ഞേ. നീ സമാധാനമായിട്ടേ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞേ. വിശ്വസിക്കണം. വിശ്വസിക്കാം. നീ പറയ്. നീ സമാധാനമായിട്ടിരിക്കും. നമുക്ക് നാളെ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ വിഷമിക്കാതെ, കുഴപ്പമില്ല. നീ കൂളായിട്ടിരിക്കും.
പറ്റത്തില്ല, നമുക്ക് റൂം ഇട്ടേക്കാം കേട്ടോ. നമുക്ക് നാളെ രാവിലെ ഒരു തീരുമാനം ഉണ്ടാക്കാം. വെള്ളം വല്ലതും വേണം നിനക്ക്? വെള്ളം എടുത്തരാം. നീ വെള്ളം കുടി കേട്ടോ. എവിടെയാടാ നീ? ചെന്നൈക്ക് പോകണം. വേറൊന്നുമില്ല, വരുണേ ഇവിടെ ഉണ്ടായിരുന്നു, ഞാനും ഉണ്ട് സ്റ്റേ. പക്ഷെ ഞാൻ വരാൻ ലേറ്റായി. അവൻ വെള്ളം അടിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പം എന്തോ കണ്ടു, അവനൊരു പേടി തെറ്റിയിട്ടുണ്ട്. ഒന്നും പറയുന്നില്ല, ആളിച്ചിരി പാനിക്കായിട്ടിരിക്കുക. ഇപ്പോൾ കുഴപ്പമില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ വേണ്ടിയായിരുന്നു. ഇനി കുഴപ്പമില്ല, നീ ചെന്നൈക്ക് പോയിക്കോ. ശരി, ഓക്കെ. അത് വെക്കേ പറഞ്ഞോ. ഞാനിവിടെ രാവിലെ ജോഗിയിലാന്നേ. പറഞ്ഞോ. പറയേ. എന്നാ ടർഫിൽ കാണും. ശരി. ഹലോ, ഞാൻ ടർഫിലുണ്ട്, പോരെ? എന്താ ഇതൊക്കെ? ഞാൻ രാവിലെ പേടിച്ചു കേട്ടോ, വല്ല മോട്ടറും കംപ്ലൈൻ്റ് ആയിരുന്നു. മോട്ടർ കംപ്ലൈൻ്റ് ഒന്നും അല്ലായിരുന്നു. ഇതെന്ത് പറ്റി? വേറെ പ്രശ്നങ്ങളായിരുന്നു. അതെന്താ? അതാണ് ചേട്ടനോട് രാവിലെ തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് വേറൊന്നുമല്ല, ഇന്നലെ ഇവൻ ഒറ്റയ്ക്കായിരുന്നു റൂമിലുണ്ടായിരുന്നേ. പിന്നെ പുള്ളിക്കാരൻ എന്തോ കണ്ടെന്ന് പേടിച്ചു. ഇന്നലെ വല്ല വെള്ളടി പരിപാടി ഉണ്ടായിരുന്നോ? വെള്ളടി ഉണ്ടായിരുന്നു. എന്നതിൻ്റെ ആയിരിക്കും. അതിൻ്റെ അല്ല ഏട്ടാ, ഇവൻ പറയുമ്പോൾ ഇവൻ്റെ കൂട്ടിൽ നിന്ന് ഞാൻ കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ കാണുന്നില്ല. അങ്ങനെ ഒരു പെൺകുട്ടി നമ്മുടെ റൂമിൽ നിന്ന്. പെൺകുട്ടി ഇറങ്ങി ഓടുന്നതായിട്ടാണ്. അതിൻ്റെ പുറകെ ഓടിയത് കൈയും കാലും ആ സ്റ്റെയറിലേയും കണ്ട് വീണതാ. മൊത്തത്തിൽ എല്ലാം കൂട്ടി ഒരു വല്ലാത്ത രാത്രിയായിരുന്നു ചേട്ടാ. ഇതിനു മുമ്പ് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഇല്ല, നമുക്കിത് ആദ്യം ചേട്ടാ. ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ ഇതാ കറക്റ്റ് അവൻ കണ്ടതെല്ലാം സത്യം ചേട്ടാ. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഇത്ര ഇതായിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ചേട്ടനെ എന്തെങ്കിലും ഇതിനകത്തുനിന്ന് പ്ലീസ് ഒന്ന് ചേട്ടാ. അങ്ങനൊരു വിഷയം അവിടെ ഇല്ലെന്നേ. അഡ്വാൻസ് ഒന്നും വേണ്ട. അത് വിഷയമല്ല, അഡ്വാൻസിൻ്റെ അല്ലെന്നേ. എന്തായാലും ഞങ്ങളിവിടെ നിൽക്കുന്നില്ല, ഞങ്ങളുടെ മനസ്സാന്തരമായിട്ട് ചോദിച്ചതേ ഉള്ളൂ. ചേട്ടൻ എന്തെങ്കിലും അറിയാമെങ്കിൽ ഞങ്ങളോടൊന്ന് പറയണേ ചേട്ടാ. പിന്നെ അവിടെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഇല്ല ചേട്ടാ, ഞാൻ കണ്ട. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ലെന്നേ, നിങ്ങൾ ധൈര്യമായിട്ട് താമസിക്കേ. എന്നാ പിന്നെ കുഴപ്പമില്ല. പോട്ടെന്ന്. ശരി. വെള്ളടി ഒന്ന് കുറയ്ക്കാൻ പറയണം കൂട്ടുകാരനോട്. പറഞ്ഞിട്ടുണ്ട്. വെള്ളം അടിച്ചിട്ടല്ല, ഞാൻ കണ്ടാ, നീ വിശ്വസിക്കും. ഞാൻ താമസിക്കണില്ല ഇവിടെ. പോട്ടെ. ദീപക്, എന്താ ചേട്ടാ? അത് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം നിങ്ങളായിട്ടും പറയരുത്. അതിപ്പോൾ ഇയാളുടെ അവസ്ഥ കണ്ടിട്ടാണ് പറയാമെന്ന് വിചാരിക്കുന്നേ. വേറൊന്നുമല്ല, ഞാൻ ആ ബിൽഡിംഗ് ആണേലും കുറച്ച് ലോണൊക്കെ എടുത്താൽ പണിതേ. അതിൻ്റെ അടവ് ഇതുവരെ തീർന്നിട്ടുമില്ല. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ പേഴ്സണലായിട്ട് പറയുക. നിങ്ങളല്ലാണ്ട് വേറെ ആരും അറിയാൻ പാടില്ല. ഇല്ല. ഏതാണ്ട് ഒരു 6-6.5 വർഷമായി കാണുമെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഗ്രൂപ്പ് ഓഫ് പെൺകുട്ടികൾ ആ ബിൽഡിങ്ങിൽ താമസിച്ചായിരുന്നു. അവരെല്ലാം ഫിനാൻഷ്യലി സൗണ്ട് ആയിരുന്നു. അവരെന്തോ IELTSോ എൻട്രൻസോ എഴുതി വന്ന പിള്ളേരായിരുന്നു. അതിൽ ഒരു പെൺകുട്ടി മാത്രം, അവളാകെ ഡള്ളായിരുന്നു ആദ്യം മുതലേ. അവളുടെ പേര് മെറിൻ. അവളുടെ അച്ഛനാണെങ്കിൽ എന്തോ തോട്ടത്തിൽ പണിക്കാരനായിരുന്നു. എന്താണെന്നറിയില്ല, ഒരു ദിവസം രാവിലെ ഈ പെൺകുട്ടി റൂഫ് ടോപ്പിൽ നിന്ന് താഴേക്കെടുത്തി ആടി. അവൾ വന്നു വീണത് ആ ടെറസിൻ്റെ പാരപ്പറ്റിൽ തലയിടിച്ചിട്ട് വീണേ. പ്രേമനിരേശമാണോ അതോ വല്ല വീട്ടിലെ പ്രശ്നമാണോ അറിയാൻ പാടില്ല.
അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നത്തെ ഡേറ്റ് 18 ആ 18. അതെ. ഇപ്പോൾ ഒരു 7 വർഷമായിട്ടുണ്ട്. എനിക്ക് ആ ദിവസം നല്ല ഓർമ്മയുണ്ട്. അന്നവിടെ വീട്, ഹോസ്പിറ്റല്, മോർച്ചറി, പോലീസ് സ്റ്റേഷൻ ആകെ ഓട്ടമായിരുന്നു. നിങ്ങളെ കാര്യം മറ്റാരോടും പറയരുത്. ഇല്ല ചേട്ടാ, പറയത്തില്ല. എന്തായാലും ഞങ്ങളോട് ഇത് പറയാൻ ചേട്ടൻ മനസ്സ് കാണിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം ചേട്ടാ. ശരി ചേട്ടാ, പോടേട്ടാ. ഈ പെൺകുട്ടി റൂഫ് ടോപ്പിൽ നിന്ന് താഴേക്കെടുത്ത് ആടി. അവളുടെ പേര് മെറിൻ.